അച്ഛാ മോളെ, ഈശ്വര, കൊച്ചു പറഞ്ഞ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ. പ്ലേറ്റ് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. എന്താ അച്ഛൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കണേ? ഏയ് ഒന്നുമില്ല മോളെ. ആ പിന്നില്ലേ, ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? പിന്നെ മോളെ, നമ്മുടെ കൈലാസത്തിൽ 2 പേര് വാടക താമസിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അവരെത്തിയോ? അവരപ്പോൾ വാടക താമസിക്കാൻ വന്നതാണോ? ആ എത്തി അച്ഛാ. അവരിവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നിരുന്നതാ, ഇപ്പം കാണാനില്ല. വൈകുന്നേരത്ത് വരുന്നാണല്ലോ പറഞ്ഞിരുന്നേ. രാവിലെ തന്നെ വന്നോ? ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എവിടെ പോയി? അതൊന്നും എനിക്കറിയില്ല. അച്ഛനോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? മോളെ, എനിക്ക് നല്ല ദാഹം. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാവേ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അച്ഛൻ ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല. മായേ, എന്താ ഇവിടെ പ്രശ്നം? മായേ, എന്താ പ്രശ്നം? എന്താ അച്ഛാ? ഏയ് ഒന്നുമില്ലല്ലോ. ഇല്ലല്ലോ മോളെ. ഉണ്ട്, പ്രശ്നമുണ്ട്. ഈശ്വര, ഈ കുട്ടി പിശാച് എല്ലാം കൊളാക്കുമല്ലോ. ആ ഉണ്ട് 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 ഉണ്ട്. ഇവിടെ 2 പേര് വാടകയ്ക്ക് താമസിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അവര് വന്നു എന്ന് പറഞ്ഞു മോള്. ഓ, അവര് വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണോ? ആ അവരിവിടെ ഉണ്ട്. അവര് ഫുഡ് കഴിക്കാം. അവർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് കൊടുത്തു. ഓ അത് ശരി. അല്ലച്ചാ, ഇവിടെയാണോ അവരെ താമസിപ്പിക്കുന്നേ? ഇവിടെയോ? ഇവിടെ എവിടെ മോളെ സ്ഥലം? കൈലാസത്തിലാ. ഓ കള്ളച്ചൻ. ഐസ്ക്രീം കൊണ്ടുവരാന്ന് പറഞ്ഞ് പറ്റിച്ചു. കാണിച്ചു തരാം ഞാൻ. കറിയിൽ ഉപ്പ് കുറവാ, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്കോ? കിട്ടിയത് കഴിച്ചിട്ട് പോരുകയെന്നല്ലാതെ. എന്നാലും ചെറിയൊരു അഭിപ്രായം പറയാലോ. കാശി നോക്ക്, ഇതായിരിക്കും എൻ്റെ അമ്മായിയപ്പൻ. നിന്റെ എന്ന് പറയല്ലേ, നമ്മുടെ എന്ന് പറ. ആ നമ്മുടെ തന്നെ. എന്തായാലും അമ്മായിയപ്പനല്ലേ. ഇവരേതാ? ആ അച്ഛാ, ഇവരാണ് പറഞ്ഞ ആൾക്കാർ. ഓ അല്ല, നിങ്ങൾ വൈകുന്നേരത്ത് വരുന്നാണല്ലോ പറഞ്ഞിരുന്നേ. എന്താ നേരത്തെ പോന്നേ? വൈകുന്നേരത്തോ? ഞങ്ങൾ രാവിലെ വരുന്നാണല്ലോ പറഞ്ഞിരുന്ന അങ്കിൾ. ആണോ? എന്നാ എനിക്ക് തെറ്റിയതാ. എങ്കിൽ വാ, ഞാൻ വീട് കാണിച്ചു തരാം. ആരുടെ വീട്? നിങ്ങൾക്ക് താമസിക്കാനുള്ളത്. ആ പിന്നെ വാടക കൃത്യമാകുമ്പോൾ തരണം കേട്ടോ. വാടകയോ? നിരഞ്ജ, നമ്മളിവിടെ വാടക താമസിക്കാൻ വന്നതാണോ? ആ എനിക്കറിയില്ല. ഇങ്ങേരത് എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊരു കോള് വരുന്നുണ്ട്. നിങ്ങളെന്തായാലും ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. വാടക കൊടുത്തിട്ടൊന്നും ഇവിടെ നിൽക്കണ്ട കേട്ടോ. സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോൾ നമ്മളെന്തിനാ വാടക കൊടുത്ത് ഇവിടെ നിൽക്കുന്നേ? നീ ഒന്ന് മിണ്ടാതെ നിൽക്ക്. അങ്ങേര് നമ്മളെ തെറ്റിദ്ധരിച്ചാന്ന് തോന്നുന്നേ. നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇവിടെ വാടക താമസിക്കുന്നേ? എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഞങ്ങൾക്കൊരു ഉദ്ദേശമില്ല. പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ വാടക താമസിക്കുന്നേ? സത്യം പറയാലോ, ഞങ്ങളിവിടെ വാടക താമസിക്കാൻ വന്നതല്ല. നിന്റെ അച്ഛൻ തെറ്റിദ്ധരിച്ചതാ. പിന്നെ നിങ്ങൾ എന്തിനാ വന്നേ? അത് പറ. കുട്ടിയൊന്ന് അങ്ങോട്ട് മാറി നിൽക്കോ? വലിയ ആൾക്കാർ ഇവിടെ സംസാരിക്കുകയല്ലേ. ഞാനും വലുത് തന്നെയാ. എനിക്ക് 21 വയസ്സായി. ഓ, ഞാൻ കരുതിയത് ഒരു 15 വയസ്സാ. പക്ഷെ കണ്ട ഒരു 30 പറയും. 30ഓ? ചേച്ചി, എനിക്ക് ഇയാളെ പിടിക്കുന്നില്ല കേട്ടോ. നിങ്ങളൊന്ന് വഴക്കുണ്ടാക്കാതിരിക്ക്. അവൾ ചോദിച്ചതന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? ഏയ് നിങ്ങൾ 2 പേരും ആരാ? ഇവിടെ വാടക താമസിക്കാൻ വരുന്നവർ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് ഇപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞു എന്നോട്. ഞങ്ങൾ വാടക താമസിക്കാൻ വന്നതല്ല. പിന്നെ? അങ്കിൾ, ഞാൻ നിരഞ്ജൻ, മുരളീധരൻ്റെ മകനാ. ഓ, മുരളിയുടെ മോനാണോ? ഷെടാ, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ ചെറുതിലേ കണ്ടതാ നിന്നെ. നിങ്ങളിരിക്ക്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഞങ്ങൾ ഇതുവരെ ഇരിക്കുക തന്നെ ആയിരുന്നു. ഓ ആണോ? നിങ്ങളപ്പോൾ നേരത്തെ വന്നല്ലേ? ആ. അല്ല നിരഞ്ജ, ഈ കുട്ടി ഏതാ? ഇവൻ എൻ്റെ ഫ്രണ്ടാ, കാശിനാഥ്. മോൻ്റെ കൂടെ സിനിമയിൽ പാടിയ കാശിനാഥ്? അത് ഈ കാശിനാഥാണോ? ഹാ അതെ അങ്കിൾ, ഇവൻ തന്നെയാ. ഓ, കാശിനാഥ് വേറെന്താ ചെയ്യുന്നേ? ഞാൻ ബിസിനസ്സാ. ബിസിനസ്സോ? അപ്പൊ ഇയാൾ ഡോക്ടറല്ലേ? ഇപ്പോൾ ബിസിനസ് ഏറ്റവും നല്ല ജോലി. അങ്ങനെയൊന്നുമില്ല അങ്കിൾ. ഏത് ജോലിയും ആത്മാർത്ഥതയോടെ ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടും. ഹാ, അതും ശരിയാ. അല്ല അങ്കിൾ, ഞാൻ ശരിക്കും ആരെയാ? മധു, നീ പോയിട്ട് അമ്മയെ വിളിച്ചോണ്ട് വാ.
ആ ശരി അച്ഛാ. വായേ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയിരുന്ന് പഠിക്ക്. ഞാൻ പഠിക്കാനായിരുന്നു അച്ഛാ. ആണോ? എങ്കിൽ പോയി ഏട്ടനോട് ഇങ്ങോട്ട് വരാൻ പറ. ആ ശരി. ഞാൻ അവരോടൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എൻ്റെ മകനോടും ഭാര്യയോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാ അവരെ പറഞ്ഞയച്ചത്. ആ അതെനിക്ക് മനസ്സിലായി. എന്താ ഏട്ടാ, എന്തിനാ വിളിച്ചേ? നീ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. എന്തേ, എന്തേലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല സാവിത്രി. മധു, നീ പോയിട്ട് അച്ഛൻ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവാ. ആ ശരി. നിങ്ങളിപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ, കുടിക്കാൻ എന്തെങ്കിലും ഇനി വേണോ? ഏയ് വേണ്ട. അല്ല, ഇവർ രണ്ടുപേരും ആരാ? സാവിത്രി, ഇതാ മുരളിയുടെ മോൻ നിരഞ്ജൻ. ആഹാ, ഇതാണോ ആള്? ആൻറ്റി, ഞാൻ തന്നെയാ. ഇത് എൻ്റെ ഫ്രണ്ടാ. ഓ. അങ്കിൾ, ഞങ്ങളിവിടെ എല്ലാവരെയും പരിചയപ്പെട്ടു. പക്ഷേ ഞാൻ ആരെ പെണ്ണ് കാണാൻ വന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. മഞ്ചരിയും പരിചയപ്പെട്ടോ? നീ പെണ്ണ് കാണാൻ വന്നത് അവളെയാ? ആ, അവളെ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. പക്ഷെ അവളെ കല്യാണം കഴിക്കുക എന്നത് അത്ര ഈസി അല്ല മോനെ. അതുകൊണ്ടാണ് മുരളിയോട് ഞാൻ പറഞ്ഞ് നിന്നെ ഇവിടെ നിർത്തണമെന്ന്. അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞത്? എല്ലാം ഞാൻ പറയാം. അച്ഛാ, ദാ ജ്യൂസ്. അവിടെ വെച്ചേക്ക് മോളെ, എന്നിട്ട് മോള് പോയിക്കോ. ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആ ശരി അച്ഛാ. എനിക്കെൻ്റെ ഫാമിലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് നിരഞ്ജ. നിന്റെ ഫ്രണ്ട് കേട്ട കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല, പറഞ്ഞോളൂ. തറയിൽ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. അവരിഷ്ടമുള്ളതായിക്കോട്ടെ എന്ന് കരുതി അവർക്ക് ഇഷ്ടമുള്ളത് തന്നെ ഞാൻ പഠിപ്പിച്ചത്. മൂത്തത് മോനാ, മാനവ് വർമ്മ. അവൻ IPS. പണിപാളി പോലീസിനോടാ കളിച്ചത്. മിണ്ടാതിരിയടാ, സീരിയസ് ആയിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. രണ്ടാമത്തത് ഇരട്ടകളാ, മാധുരിയും മഞ്ചരിയും. ഇളയത് മയൂരി, അവൾ മാനേജ്മെൻറ്റിന് പഠിക്കുക. മാധുരി LLBക്ക് പഠിക്കുകയായിരുന്നു. അവൾക്കത് ഫുള്ളാക്കാൻ പറ്റിയില്ല. അയ്യോ, അതെന്തു പറ്റി അങ്കിൾ? അവളെന്താ അത് ഫുള്ളാക്കാഞ്ഞേ? അത് ചെറിയൊരു പ്രശ്നം, ഫുള്ളാക്കാൻ പറ്റിയില്ല. മഞ്ചരി, അവളെന്താ ചെയ്യുന്നേ? അവൾ ഡിഗ്രി BCom ആയിരുന്നു, പിന്നെ ഒന്നിനും പോയില്ല മോനെ. അതെന്താ അവൾ പോവാഞ്ഞേ? എനി പ്രോബ്ലം? ഇനിയാണ് എനിക്ക് ശരിക്കും പറയാനുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നത്. മഞ്ജു ഒരാളെ സ്നേഹിച്ചിരുന്നു 5 വർഷം മുമ്പ്. എന്തോ ഒരു കാരണം കൊണ്ട് അവർ പിരിഞ്ഞു. അവൾ തന്നെ ഉപേക്ഷിച്ച് പോന്നതാ. എന്താണ് ആ കാരണം എന്ന് അവൾ ഇതുവരെ ഞങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ 5 വർഷം കഴിഞ്ഞിട്ടും അവനല്ലാതെ വേറൊരാളെയും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക അവള്. പഠിപ്പ് പോലും അവൾ അവന് വേണ്ടി ഉപേക്ഷിച്ചു. അവൾക്കിഷ്ടമുള്ള പോലെ അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ എന്നെ അവൻ അവളെ അന്വേഷിച്ച് വരുമായിരുന്നില്ലേ? ഇതൊരിക്കലും വരാത്ത ഒരാൾക്ക് വേണ്ടി എൻ്റെ മോൾ ഇങ്ങനെ കാത്തിരിക്കുന്നേ. എനിക്കത് കാണാൻ വയ്യ മോനെ. ഒരച്ഛൻ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും പറയുക, അവൾ പഴയതെല്ലാം മറക്കുന്ന രീതിയിൽ അവളെ നീ സ്നേഹിച്ച് കല്യാണം കഴിക്കണം. എനിക്ക് വേറെ വഴിയില്ല. അവൾ പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല. അങ്ങനെയാണെങ്കിൽ ആ വഴിയെങ്കിലും ഞാൻ ശ്രമിച്ചേനെ. പ്രോമിസ് അങ്കിൾ, അവളെല്ലാ രീതിയിലും ഈ കല്യാണത്തിന് സമ്മതിക്കും. ഞാനാ പറയുന്നത്. എനിക്ക് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല മോനെ. ഏയ് നോ അങ്കിൾ, നന്ദി ശരിക്കും ഞാനാ പറയേണ്ടത്. മോനെന്തിനു നന്ദി പറയുന്നേ? ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ കാണുന്നത്. ആ മനുഷ്യൻ്റെ മോളെ തന്നെ എനിക്ക് കിട്ടുമല്ലോ. ഞങ്ങൾക്ക് തിരിച്ചും അങ്ങനെ തന്നെയാ മോനെ. നിന്നെ ഞങ്ങൾക്ക് കിട്ടിയല്ലോ. അച്ഛാ, എന്താ അച്ഛാ, എന്തിനാ വരാൻ പറഞ്ഞേ? നീ ഇരിക്ക്, ഇരുന്ന് സംസാരിക്കാം. ഇതാരാന്ന് മനസ്സിലായോ നിനക്ക്? നിരഞ്ജൻ ആൻഡ് കാശിനാഥ്, ഇവരെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. മഞ്ജുവിനെ കാണാൻ വന്നതാ നിരഞ്ജൻ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ഓ, അവരാണോ ഇത്? അതെ, കാര്യങ്ങളൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ ഇതിനൊന്നും മുതിരില്ലായിരുന്നു, അവൾ കല്യാണത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ. ഇതിപ്പോൾ ഐഡിയ എൻ്റെയാ. നമുക്ക് നോക്കാം അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. മാധുരിയല്ലേ മൂത്തത്? എന്താ അവളുടെ കല്യാണം നോക്കാതെ മഞ്ചരിയുടെ കല്യാണം
അവളുടെ നിശ്ചയം കഴിഞ്ഞതാ, 5 മാസമായി. ഏ അതിൻ്റെ കൂടെ ഇതും കൂടി നടത്താന്ന് വെച്ചിട്ടാ. നിരജ, ഞാനിപ്പോൾ വരാം. അവനെന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. അവനെന്താ അത് പറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്? സംതിങ് ഫിഷി. അത്രയുള്ളല്ലേ മധു, നമ്മൾ തമ്മിൽ അത്രയുള്ളൂ അല്ലേ? മഞ്ജുവിനെ പോലെ എനിക്ക് വേണ്ടി നീ കാത്തിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതെൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പോലും നീ കേട്ടില്ല. അപ്പൊ ഇതുകൊണ്ടാണല്ലേ? കാശി, എന്താടാ? കേട്ടില്ല നിരഞ്ജ, അവളെന്നെ മറന്നതൊന്നും ആവില്ല കാശി. അവളെ ചിലപ്പോ ഇവരാ കല്യാണത്തിന് നിർബന്ധിച്ചതാണെങ്കിലോ? നിരഞ്ജ, നീ മഞ്ജുവിനെ ഒന്ന് നോക്ക്. അവള് കാത്തിരുന്നത് നിനക്ക് വേണ്ടിയാ, നിന്റെ പ്രേമത്തിന് വേണ്ടിയാ. പക്ഷേ മധു, പോട്ടടാ, നമുക്കെല്ലാം ശരിയാക്കാം. നീ ഒന്ന് സമാധാനിക്ക്. ഞാൻ എങ്ങനെ സമാധാനിക്കണമെന്നാ നീ പറയണേ? എനിക്ക് അവളില്ലാതെ പറ്റില്ലടാ. നിനക്ക് ഞാനിപ്പോൾ വാക്ക് തരുന്നു. ഞാൻ മഞ്ജുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അതേ മണ്ഡപത്തിൽ മധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ നീ ഉണ്ടാകും. ഇത് നിന്റെ ഫ്രണ്ടിൻ്റെ വാക്കാ. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ഈ മുടി മൊട്ടയടിക്കും. ഡാ, ഇതൊക്കെ നടക്കൂടാ. നിരഞ്ജൻ അങ്ങനെ വെറും വാക്ക് പറയാറില്ല എന്ന് നിനക്കറിയാലോ. ഇത് നിരഞ്ജൻ്റെ വാക്കാ. എന്തായിരിക്കും അവരവിടെ സംസാരിക്കുന്നത്? എന്തിനായിരിക്കും അച്ഛൻ അവിടെ നിന്ന് എന്നെ പറഞ്ഞയച്ചത്? ഒളിഞ്ഞു കേൾക്കുന്നത് മോശമല്ലേ? അല്ലെങ്കിൽ ഇപ്പം അത് നോക്കായിരുന്നു. മായേ, നീ ആരോട് സംസാരിക്കുന്നേ? സംസാരിക്കേ? ഞാൻ സംസാരിക്കൊന്നല്ല, ഞാൻ പഠിക്കായിരുന്നു. ഓ ആണോ? പിന്നെ നിന്നെ അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞയച്ചതാണോ? ആ അതെ ചേച്ചി അവിടെ നിന്ന് പറഞ്ഞയച്ചതാ. ആ അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഓഹോ, എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ. എന്ത്? എനിക്കൊന്നുമില്ലല്ലോ. ഓ എൻ്റെ പൊട്ടി മതേച്ചി, അതല്ല ഞാൻ പറഞ്ഞത്. എന്നെ അച്ഛൻ അവിടുന്ന് പറഞ്ഞയച്ചതാ, ചേച്ചി അവിടുന്ന് പറഞ്ഞയച്ചതാ. അപ്പം എന്തോ അവിടെ നടക്കുന്നില്ലേ? ആ ശരിയാ. പിന്നില്ലേ, അതിലാ കാശിനാഥ് എന്ന് പറയുന്ന ആളില്ലേ, അയാൾ ഡോക്ടറാ. ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. അയാൾ ബിസിനസ്സാണെന്നൊക്കെ പറയുന്നത് നുണയാ. നീ എന്താ ഈ പറയുന്ന മോളെ? അവൻ ഡോക്ടറൊന്നുമല്ല. അവൻ പറഞ്ഞത് ശരിയാ, അവൻ ബിസിനസ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറായിട്ട് അഭിനയിക്കായിരുന്നോ? നിനക്കെന്താ പറ്റിയേ? പോയി ഒന്ന് കുളിച്ചേ, തലേന്ന് തണുക്കട്ടെ. ചേച്ചി, ഞാൻ പറഞ്ഞത് സത്യാ, അയാൾ ഡോക്ടറാ. എന്നൊന്ന് വിശ്വസിക്കേ. നിന്നെ ഞാനിപ്പോൾ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് നിന്നേക്ക് അവനെ അറിയാം. നിങ്ങൾ മുമ്പ് പരിചയമുണ്ടോ? ഉണ്ട്. പക്ഷെ എങ്ങനെയാ, എന്താ, ഏതാ എന്നൊന്നും നീ എന്നോട് ചോദിക്കരുത്. ഇതെന്തിവിടെ നടക്കണേ? ഞാൻ അയാളെ അവിടുന്ന് കണ്ടതല്ലേ, അയാൾ തന്നെയായിരുന്നല്ലോ. നാവിനേക്കാൾ ശക്തിയുണ്ട് ചേച്ചി കണ്ണിന്. എനിക്കുറപ്പാ അയാൾ ഡോക്ടർ തന്നെയാ, ഞാൻ കണ്ടതാ. നിധി മോളെ, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി. നീ മനുവേട്ടനെ കുറിച്ചാണോ ആലോചിക്കുന്നേ? അല്ല.
ഈ ഇരുത്തം കണ്ടാലേ അറിയാം അല്ലാന്ന്. എൻ്റെ മോള് വിഷമിക്കണ്ട. മനുവേട്ടൻ എന്നെങ്കിലും നിന്റെ സ്നേഹം മനസ്സിലാക്കും. മനുവേട്ടനൊന്നും എന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല ചേച്ചി. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇല്ല ചേച്ചി, എനിക്കിനി വയ്യ. എത്രയായി ഞാൻ മനുവേട്ടൻ്റെ പുറകെ നടക്കുന്നു. എനിക്കിനി വയ്യ ചേച്ചി. മനുവേട്ടൻ ഇഷ്ടം ചേച്ചിയെ. ആ കല്യാണം തന്നെ നടക്കട്ടെ. ഞാനതിന് തടസ്സാവില്ല. നിധി, എന്ത് കേശരീവളി പറയുന്നേ? ഹലോ വരണേട്ടാ, എനിക്കൊന്ന് കാണണം. എന്താ എൻ്റെ ധ്വനിക്കുട്ടിക്ക്? ഏട്ടൻ കുറച്ച് ബിസിയായി ഇപ്പോൾ. നാളെ മതിയില്ലേ? പറ്റില്ല, ഇന്ന് തന്നെ കാണണം. ആ ശരി ശരി, എന്നാൽ ലൈബ്രറിയിലോട്ട് വാ. ആ ഓക്കെ, ഞാൻ വരാം.